വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് 31 ഓഗസ്റ്റ് 2024. നമുക്ക് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് സൈക്ലോൺ അസ്ന ഫോംസ് ഓവർ കച്ച്, റെയിൻ ലാഷസ് ഗുജറാത്ത്. GS1 ടോപ്പിക്കിൽ വരുന്നതാണ്. പിന്നെ കൂടാതെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ് സൈക്ലോൺ പാർട്ട്. പിന്നെ കൂടാതെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലൈക്ലി ടു ഇംപ്ലിമെന്റ് PM3. അതൊരു സ്കീമാണ്. കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതിന്റെ കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അത് GS2വിനകത്ത് ബന്ധപ്പെട്ട് വരുന്നതാണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് വരുന്നത് കോർ സെക്ടേഴ്സ് ഗ്രൂ 6.1% ഇൻ ജൂലൈ. GS3യിലും പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും വരുന്നതാണ്. പിന്നെ കൂടാതെ കുറച്ച് ഗാഡ്ഗിലിന്റെ റെക്കമെൻഡേഷൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നതാണ്. പിന്നെ കൂടാതെ പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. സൈക്ലോൺ അസ്ന ഫോംസ് ഓവർ കച്ച്, റെയിൻ ലാഷസ് ഗുജറാത്ത്. GS1 വരുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് തന്നെ ഫിസിക്കൽ ജോഗ്രഫി വരുന്ന ടോപ്പിക്കാണ്. അസ്ന എന്ന് പറയുന്ന ഒരു സൈക്ലോൺ ഫോം ചെയ്തിട്ടുണ്ട് അറേബ്യൻ സീയിലെ ഗുജറാത്തിനോടടുത്തായിട്ട് കച്ചില്. സോ GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ആദ്യം ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ദ ഡീപ് ഡിപ്രഷൻ ദാറ്റ് ഹാസ് ബീൻ കോസിംഗ് ടൊറൻസ് ഓഫ് റെയിൻ ഓവർ ഗുജറാത്ത് for the past 3 days is going to intensify into a tropical cyclone over the Arabian Sea. According to the India Meteorological Department, when it forms, it would be called Cyclone Asna. ഇത് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താ പറയാൻ പോകുന്നത്? സൈക്ലോൺ അസ്ന എന്നാണ് അതിനെ വിളിക്കാൻ പോകുന്നത്. അപ്പം ഈ ഡിപ്രഷൻ ഇപ്പൊ ഒരു ഡീപ് ഡിപ്രഷൻ ആണ് ഫോം ചെയ്തിരിക്കുന്ന ഒരു ലോ പ്രഷർ ഏരിയ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഗുജറാത്തിന് അടുത്തായിട്ട് അറേബ്യൻ സീയില്. അപ്പം ഇത് 2-3 ദിവസമായി ഇത് ഫോം ചെയ്തിട്ട് ഇത് ഇന്റൻസിഫൈ ചെയ്ത് ഒരു ട്രോപ്പിക്കൽ സൈക്ലോണിലേക്ക് മാറാൻ പോവാണെന്നാണ് ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിക്കുന്നത്. സോ എന്താണ് സൈക്ലോൺ അസ്ന എന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് സൈക്ലോൺ ദാറ്റ് ഹാസ് ഫോംഡ് ഇൻ ഓഗസ്റ്റ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ. NIO എന്ന് ഷോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. റീജിയൻ സിൻസ് 1981 ആൻഡ് ഫസ്റ്റ് ഇൻ ദ അറേബ്യൻ സീ സിൻസ് 1976. ഇതിന്റെ മെയിൻ പെക്യുലാരിറ്റി എന്താണെന്ന് പറഞ്ഞാൽ 1976 ശേഷം ആദ്യമായിട്ടാണ് അറേബ്യൻ സീയിൽ ഒരു സൈക്ലോൺ ഫോർമേഷൻ ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. Cyclone Asna will be the first cyclonic storm to develop over the Arabian Sea in August since 1976, as only 3 cyclonic storms have developed over the Arabian Sea in August from 1891 to 2023. ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്. എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1891നും 2023ക്കും ഇടയ്ക്കായിട്ട് ആകെ 3 സൈക്ലോണിക് സ്റ്റോം ഫോർമേഷൻസ് മാത്രമേ ഇവിടെ അറേബ്യൻ സീയിൽ ഉണ്ടായിട്ടുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഡയറക്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആന്റിസിപ്പേറ്റഡ് ടു ട്രാവൽ ഫ്രം ദ സൗരാഷ്ട്ര കച്ച് ലൊക്കേഷൻ ഓഫ് ഗുജറാത്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഒമാൻ കോസ്റ്റ്. ഇത് കച്ചിൽ ഫോം ചെയ്തിട്ട് ഗുജറാത്തിലെ കച്ചിൽ ഫോം ചെയ്ത് നേരെ ഒമാൻ കോസ്റ്റിലേക്ക് പോകുന്നതാണ്. ഒരു വെസ്റ്റേൺ സൈഡിലേക്ക് പോകുന്നതാണ് നിഗമനം. നെയിം സജസ്റ്റഡ് ബൈ, ഈ പേര് അസ്ന എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്ന പാകിസ്ഥാനാണ്. നമുക്കറിയാം സൈക്ലോണിക് നെയിം പല രാജ്യങ്ങളാണ് ഇടുന്നത്. അതിന് പല മീനിങ്സ് ആയിരിക്കും എന്നൊക്കെ അറിയാം. അസ്നയുടെ മീനിങ് വന്നിട്ട് ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രേസ്ഡ്, പുകഴ്ത്തേണ്ട ഒന്ന്, ആ രീതിക്കുള്ള ഒരു, അല്ലെങ്കിൽ ടു ബി റിമെമ്പേർഡ്, അല്ലെങ്കിൽ അക്നോളജ് ചെയ്യേണ്ട ഒരാൾ, എടുത്തു പറയേണ്ട ഒരാൾ എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് അസ്ന എന്ന ഒരു പേര് വന്നിരിക്കുന്നത്. അൺയൂഷ്വൽ ബിഹേവിയർ. ദ കറന്റ് സൈക്ലോൺ ഹാസ് മെയിൻറ്റെയിൻഡ് കൺസിസ്റ്റന്റ് ഇന്റൻസിറ്റി ഓവർ റീസെന്റ് ഡേയ്സ് വിച്ച് ഈസ് എ ടിപ്പിക്കൽ. അത് ഒരു അൺയൂഷ്വൽ ആയിട്ട് എപ്പോഴും കാണുന്നതൊന്നും അല്ല. ഇങ്ങനെ ഒരു ഇന്റൻസിറ്റിയിൽ കൂടുതലായിട്ട് ഈ സ്റ്റോം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇന്റൻസിറ്റി പ്രാപിക്കുന്നതൊന്നും അതൊരു അൺയൂഷ്വൽ ആണ് ആ ഒരു സിറ്റുവേഷൻ. പിന്നെ excess rainfall from June 1st to August 29, Saurashtra and Kutch received 799 millimeter of rain, 86% above the normal rainfall. ഈ റീജിയനിൽ സൗരാഷ്ട്ര കച്ച് തുടങ്ങിയ മേഖലകളിൽ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 29 വരെ എടുക്കുകയാണെങ്കിൽ എബോവ് നോർമൽ റെയിൻഫോൾ ആയിരുന്നു. 86% എബോവ് നോർമൽ റെയിൻഫോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. റീസൺ ഫോർ ഫോർമേഷൻ നമുക്ക് നോക്കാം. The reasons for the formation and intensification of the current deep depression and the other system that formed in the beginning of August over land may lie in the behavior of the monsoon winds in the current season, apart from the moisture from the Arabian Sea and soil moisture from the lands that they have traversed in their journeys.
ഇങ്ങനെ ഒരു ഇത് ഫോം ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൈ ഇൻ ദ ബിഹേവിയർ ഓഫ് ദ മൺസൂൺ വിൻസ്. ഓരോ മൺസൂൺ വിൻസിന്റെ ഒരു ബിഹേവിയർ ഈ സീസണിലെ അനുസരിച്ചാണ് ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു ഫോർമേഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ആർട്ടിക്കിൾ നമുക്ക് അല്ലെങ്കിൽ ഈ അസ്നെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഹിസ്റ്റോറിക്കൽ റയറിറ്റി ഇൻ ഓഗസ്റ്റ് സൈക്ലോൺസ്. ഇപ്പൊ ഈ ഓഗസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഈ സൈക്ലോണിന്റെ റയറിറ്റിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സൈക്ലോൺസ് ഇൻസൈഡ് ദ അറേബ്യൻ സീ ഇൻ ഓഗസ്റ്റ് ആർ എക്സ്ട്രാ ഓർഡിനറിലി റയർ. Only 3 such storms have been recorded between 1891 and 2003. നമ്മൾ പറഞ്ഞു 1891 2003 ഇടയിലായിട്ട് അവസാനം ഉണ്ടായത് എപ്പോഴാണ് 1976. ഇതെല്ലാം കൂടെ കൂട്ടി 3 തവണ ഉണ്ടായിട്ടുള്ള സൈക്ലോൺസ് അറേബ്യൻ സീ. അപ്പൊ ഇപ്പോഴാണ് ഇവിടുത്തെ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നത്. 1944 സൈക്ലോൺ ഉണ്ടായിരുന്നു, പിന്നെ 1964 ഒരു സൈക്ലോൺ സൗത്ത് ഗുജറാത്തിലൊക്കെ ഉണ്ടായിരുന്നു, വീക്കൻ ചെയ്തിരുന്നു കോസ്റ്റിനടുത്തേക്ക് വന്നപ്പോൾ. പിന്നെ കൂടാതെ 1976 ഒരു സൈക്ലോൺ ഉണ്ടായിരുന്നു, ഒഡീഷ തീരത്തായിരുന്നു. അത് അറേബ്യൻ സീയിലേക്ക് ക്രോസ് ചെയ്തു ആൻഡ് ഇൻ ദ എൻഡ് വീക്കെൻഡ് നിയർ ദ ഒമാൻ കോസ്റ്റ്. ഒമാൻ കോസ്റ്റിന് തീരത്തെത്തിയപ്പോൾ അത് വീക്കനായി. അങ്ങനെയാണ് ഈ 3 സൈക്ലോൺസ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ അടുത്തതായിട്ട് ഒരു ഫോർമേഷൻ കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതായിരുന്നു നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റുന്നത്. അടുത്തൊരു ന്യൂസ്, സ്റ്റേറ്റ് ലൈക്ലി ടു ഇംപ്ലിമെന്റ് PM ശ്രീ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ ഈ കേരളത്തിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് ഇത് പറഞ്ഞത്. സ്റ്റേറ്റ് ടു ലൈക്ലി ടു ഇംപ്ലിമെന്റ് PM ശ്രീ. GS2വിനകത്ത് വരുന്നതാണ് ഈ PM ശ്രീ എന്ന് പറയുന്ന ഒരു സ്കീം. പിന്നെ കൂടാതെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. GS2വിനകത്ത് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ ഓർ സർവീസസ് റിലേറ്റിംഗ് ടു എഡ്യൂക്കേഷൻ എന്ന ഭാഗത്ത് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് PM ശ്രീ കോട്ട് ചെയ്ത് എഴുതാനും പറ്റും. സോ നമുക്ക് എന്താണ് ഇത് നോക്കാം. ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം. പ്രിലിംസിലൊക്കെ ചോദിക്കുന്നതാണ് ഇത് സെൻട്രൽ സെക്ടർ സ്കീമാണോ സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണോ. ഇത് സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ്. ഫോർ എന്തിനു വേണ്ടിയുള്ളതാണ്? ഫോർ അപ്ഗ്രേഡേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മോർ ദാൻ 14,500 schools across the country. It aims at strengthening the selected existing schools. എല്ലാ സ്കൂളും അല്ല, strengthening the selected existing schools. കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള സ്കൂളുകൾ ഫ്രം amongst schools managed by central government, state, UT government, യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് ആണ് ഉദ്ദേശിച്ചത്, ലോക്കൽ ബോഡീസ്. അപ്പൊ ഇതിൽ നിന്നുള്ള സെലക്ടഡ് സ്കൂളുകളെ സ്ട്രെങ്തൻ ചെയ്യുക, അവരെ അപ്ഗ്രേഡും ഡെവലപ്പും ആക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ PM ശ്രീ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് വിൽ ഷോക്കേസ് ഓൾ കമ്പോണൻസ് ഓഫ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് അലൈൻ ചെയ്താണ് ഈ സ്കീം പോകുന്നത്. ആൻഡ് ആക്ട് ആസ് എക്സംപ്ലർ സ്കൂൾസ് ആൻഡ് ഓൾസോ ഓഫർ മെന്റർഷിപ്പ് ടു അതർ സ്കൂൾസ് ഇൻ ദർ വിസിനിറ്റി. അപ്പം ചില സ്കൂളുകൾ സെലക്റ്റഡ് ആയിട്ട് നമ്മൾ ഇത് ഈ PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ കൂടാതെ ബാക്കി സ്കൂളുകൾക്ക് എന്താണ്, ഈ സ്കൂൾ മെന്റർഷിപ്പ് ചെയ്യും അടുത്തുള്ള സ്കൂളുകൾക്ക്. ആ ഒരു ആസ്പെക്റ്റിലാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് അലൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഈ PM ശ്രീ സ്കീം പോകുന്നത്. The aim of these schools will not only be qualitative teaching, learning and cognitive development, but also creating holistic and well-rounded individuals. അപ്പോൾ ജസ്റ്റ് പഠിപ്പിച്ചു വിടുക, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് കൊടുക്കുക, ലേണിംഗ്, അത് മാത്രമല്ല ഓറിയന്റ് ചെയ്യുന്നത്, ഹോളിസ്റ്റിക് ആൻഡ് വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. എക്വിപ്പ് വിത്ത് ദ കീ 21st century സ്കിൽസ്. 21ാം നൂറ്റാണ്ടിൽ ആവശ്യമായ സ്കില്ലുകൾ എക്വിപ്പ് ആക്കിയിട്ട് സ്റ്റുഡൻസിനെ വെളിയിലേക്ക് വിടുക. ഇതാണ് നമ്മുടെ PM ശ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Pedagogy adopted in these schools will be more experimental, holistic, integrated, play or toy based, inquiry driven, discovery oriented, learner centered, discussion based, flexible and enjoyable. ഇതൊക്കെ ലേണിംഗിന്റെ പല ആസ്പെക്ട്സ് ആണ് നമ്മുടെ കരിക്കുലത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് മെത്തഡോളജീസിലൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട പല ആസ്പെക്ട്സ് ആണ്. കുറച്ചുകൂടെ എക്സ്പീരിയൻഷ്യൽ ആയിരിക്കണം. കുട്ടികളെ ജസ്റ്റ് മഗപ്പ് ചെയ്യാതെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ കൂടാതെ ഹോളിസ്റ്റിക് ആയിരിക്കണം. അവരെ ഒരു പൂർണ്ണ വളർച്ച, അവരുടെ ജസ്റ്റ് അവരുടെ അറിവ് കൂട്ടുക മാത്രമല്ല, അവരുടെ സമ്പൂർണ്ണ വികസനം ഇതിനകത്ത് നമ്മൾ ഉന്നം വെക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിരിക്കും, പ്ലേ ഓർ ടോയ് ബേസ്ഡ് ആയിരിക്കും, കുട്ടികൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഇൻക്വയറി ഡ്രിവൺ ആയിരിക്കും, കുട്ടികൾക്ക് ഒരു ക്യൂരിയോസിറ്റി മനസ്സിൽ ജനിപ്പിക്കുക, അങ്ങനെ അന്വേഷണാത്മകമാക്കുക, ആ ഒരു രീതിക്കായിരിക്കും പോകുന്നത്. പിന്നെ കൂടാതെ ഡിസ്കവറി ഓറിയന്റഡ് ആയിരിക്കും, കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് ആളുകളെ ചിന്തിപ്പിക്കുക, കുട്ടികളെ ചിന്തിപ്പിക്കുക. ലേണർ സെൻട്രിക് ആയിരിക്കും, കുട്ടികൾക്ക് അനുസൃതമായിട്ട്. അവിടെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇക്വാളിറ്റി അല്ല ഇക്വിറ്റി ആണ് ഇന്നത്തെ കാലത്ത് ആവശ്യം. എല്ലാ കുട്ടികളെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാതെ അവരവർക്ക് എന്താണോ ആവശ്യം ആ രീതിക്ക് നമ്മൾ ലേണർ സെന്റേർഡ് ആയിട്ടായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ കൂടാതെ ഡിസ്കഷൻ ബേസ്ഡ് ആയിരിക്കും, കുട്ടികൾക്ക് ഒരു ഡിബേറ്റ് മോഡിൽ, ചർച്ച പോലെ, അല്ലെങ്കിൽ അങ്ങോട്ട് ഡൗട്ട്സ് ചോദിക്കാം, ഒരു ഡിസ്കഷൻ, ഒരു കാഷ്വൽ ആയിട്ടുള്ള സംസാരങ്ങളിലൂടെ ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഒരുക്കുന്നത്. പിന്നെ കൂടാതെ ഫ്ലെക്സിബിൾ ആണ്, എൻജോയബിൾ ആണ്. ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സ്
ഇതിന്റെ കരിക്കുലത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഫോക്കസ് വിൽ ബി ഓൺ അച്ചീവിംഗ് പ്രൊഫിഷ്യൻസി ഇൻ ലേണിംഗ് ഔട്ട്കംസ് ഓഫ് എവറി ചൈൽഡ് ഇൻ എവറി ഗ്രേഡ്. അവരുടെ ലേണിംഗ് ഔട്ട്കംസും നമ്മൾ ഇതോടൊപ്പം നമ്മൾ നോക്കുന്നുണ്ട്. അസസ്മെന്റ് അറ്റ് ഓൾ ലെവൽസ് വിൽ ബി ബേസ്ഡ് ഓൺ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആൻഡ് വിൽ ബി കോമ്പറ്റൻസി ബേസ്ഡ്. നമുക്കറിയാം ഇപ്പം പുതിയ കേരളത്തിൽ പോലും 4 ഇയർ UG പ്രോഗ്രാം പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താണ് കുട്ടികൾക്ക് ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടുക, അവർക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക, മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് ചിന്തിക്കുക, റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഇത് എവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണക്കൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള അറിവില്ല കുട്ടികൾക്ക്, ഇത് എന്തിനാ പഠിക്കുന്നത് എന്നുള്ള അറിവില്ല. സോ ഇതൊക്കെ മാറ്റിയിട്ട് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇത് എവിടെ അവർക്ക് റിയൽ ലൈഫിൽ ഈ നോളജ് അപ്ലൈ ചെയ്യാന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടായിരിക്കും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് PM ശ്രീ സ്കീം വഴി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാ ആർട്ടിക്കിൾസിലും PM ശ്രീയിൽ മാത്രമല്ല നമ്മുടെ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റിഫോംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോഴും നമുക്ക് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ ദീസ് സ്കൂൾസ് വിൽ ബി എക്വിപ്ഡ് വിത്ത് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് ലാബ്സ്, സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറീസ്, സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ആർട്ട് റൂം എക്സെട്ര വിച്ച് ഈസ് ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ. അപ്പം നമ്മുടെ അടുത്ത ഒരു ആസ്പെക്ട് ആണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ലാബ് വേണ്ടി വരും, സ്മാർട്ട് ക്ലാസ് റൂം വേണ്ടി വരും, ലൈബ്രറീസ്, സ്പോർട്സ് എക്യുപ്മെന്റ്, എല്ലാ ക്ലാസ്സുകൾ ഒതുങ്ങാതെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് കുട്ടികളെ വിടുക, അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ചിന്തിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ കൂടാതെ ഇതെല്ലാം എന്തായിരിക്കും, ഒരു ഇൻക്ലൂസീവ് ആയിരിക്കും, ആക്സസിബിൾ ആയിരിക്കും. എല്ലാവർക്കും അവിടെ ഒരു എല്ലാവരും കൂടെ വെച്ചുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും നമ്മൾ ഈ സ്കീം വഴി കൊണ്ടുവരിക. ദീസ് സ്കൂൾസ് ഷാൽ ബി ഡെവലപ്ഡ് ആസ് ഗ്രീൻ സ്കൂൾസ് വിത്ത് വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് റീസൈക്ലിംഗ്, എനർജി എഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഓർഗാനിക് ലൈഫ് സ്റ്റൈൽ ഇൻ കരിക്കുലം. ഇത് കുട്ടികളിൽ ചെറുപ്പം മുതൽ ഈ ഗ്രീൻ സ്കൂൾസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ കുട്ടികളുടെ മനസ്സിൽ എത്തുവാണെങ്കിൽ അവർ വലുതാകുമ്പോഴും പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ഈ മെഷേഴ്സ് ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉപകരിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മൾ അവരുടെ മനസ്സിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പാകി കൊടുക്കാൻ പറ്റും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ. സോ ഇതൊക്കെ ആയിരിക്കും നമ്മളെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ എന്താണ് സസ്റ്റൈനബിൾ ആയിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഗീവ് സച്ച് ഗൈഡൻസ് ടു ചിൽഡ്രൻ. ഓക്കെ, ഇതിന്റെ ബേസിസിൽ നമ്മൾ ഒരു UPSC സിവിൽ സർവീസ് എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഈസ് ഇൻ കൺഫോമിറ്റി വിത്ത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഫോർ 2030 നമ്മൾ അച്ചീവ് ചെയ്യേണ്ട SDG ഗോൾസിനെ പറ്റി നമുക്കറിയാം. അപ്പം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും ആയിട്ട് അലൈൻ ചെയ്താണ് പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ. ഇറ്റ് ഇന്റൻസ് ടു റീസ്ട്രക്ചർ ആൻഡ് റീഓറിയന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇതിനെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുക ഈ സ്റ്റേറ്റ്മെന്റിനെ. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 2020 ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഇപ്പൊ ഈ ആർട്ടിക്കൽ ഡിസ്കഷൻ വെച്ചിട്ട് ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും, ഇതെങ്ങനെ ഒരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടിക്കാണും. സോ എല്ലാവരും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. അറ്റംപ്റ്റ് ചെയ്യുന്നതിലാണ് നമ്മൾ കാര്യം. എഴുതി പ്രാക്ടീസ് ആയാൽ മാത്രമേ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ആൻസർ വരുള്ളൂ. സോ ജസ്റ്റ് പെർഫെക്ഷൻ, നമ്മളിപ്പം പെർഫെക്ഷനിസം നോക്കിയിരിക്കുക, നമ്മൾ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ആ സമയമാകുമ്പോൾ നിങ്ങൾ ആ വേണ്ട UPSCക്ക് വേണ്ട ആ ഡിമാൻഡിൽ എക്സാം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. കോർ സെക്ടേഴ്സ് ഗ്രൂ 6.1% ഇൻ ജൂലൈ. ഇത് ഞാൻ എടുത്ത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇത് പലപ്പോഴും നമ്മൾ ഇൻഫ്ലേഷൻ കൂടുന്നതിന് ഇത്ര പെർസെന്റേജ് കൂടി, കോർ സെക്ടറിന്റെ ഗ്രോത്ത് ഇത്രയായി. അപ്പൊ ഞാൻ ഈ ആർട്ടിക്കിൾ എടുത്തത് എന്താണ് കോർ സെക്ടർ എന്നൊരു ഐഡിയ എല്ലാവർക്കും കിട്ടുക. പലതവണയും പല ആർട്ടിക്കിൾസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒന്നുകൂടി ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ. GS3 ഇന്ത്യൻ എക്കോണമി പിന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കോർ സെക്ടർ എന്ന് പറയുന്നത്. എന്താണ് കോർ സെക്ടർ എക്കണോമിക്സിൽ? The core sector in India comprises 8 key industries. 8 key industries കംപ്രസ് ചെയ്യുന്ന ഒരു സെക്ടറിനെയാണ് കോർ സെക്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കോള് വരും, ക്രൂഡ് ഓയിൽ വരും, നാച്ചുറൽ ഗ്യാസ് വരും, റിഫൈനറി പ്രോഡക്ട്സ് വരും, ഫെർട്ടിലൈസേഴ്സ് വരും, സ്റ്റീൽ വരും, സിമെന്റ് വരും, ഇലക്ട്രിസിറ്റി വരും. ഇപ്പൊ എത്ര എണ്ണമായി? 8 എണ്ണം ആയിട്ടുണ്ട്. ഈ 8 ഇൻഡസ്ട്രീസിനെ കൂടെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് ഇന്ത്യയിലെ എന്ത് കോർ സെക്ടർ. The growth rate of the core sector is crucial indicator of the overall ഹെൽത്ത് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി. ഇതിന്റെ ഗ്രോത്ത് റേറ്റ് ആയിരിക്കും, ഈ കോർ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഓവറോൾ ഹെൽത്തിനെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്ന വൺ ഓഫ് ദ ക്രൂഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ സ്ട്രോങ് ഗ്രോത്ത് റേറ്റ് ഇൻ ദ കോർ സെക്ടർ ഓഫൺ സിഗ്നൽസ് എ പോസിറ്റീവ് എക്കണോമിക് ഔട്ട്ലുക്ക്. ഈ കോർ സെക്ടറിൽ നല്ലൊരു ഗ്രോത്ത് റേറ്റ് കാണിക്കുവാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം?
ഒരു പോസിറ്റീവ് എക്കണോമിക് ഔട്ട്ലുക്ക് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പോസിറ്റീവ് രീതിക്കാണ് നമ്മുടെ എക്കോണമി പോകുന്നതെന്നാണ് അതിന്റെ മീനിങ്. ദ കോർ സെക്ടേഴ്സ് performance is considered as a key indicator of a country's overall industrial and economic performance, serving as a barometer for gauging the health of the economy and predicting future economic trends. ഇനി എക്കോണമി എങ്ങനെ മുന്നോട്ട് പോകും, ഈ കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാനും കൂടെ ഉള്ള ഒരു ടൂളും കൂടെയാണ് ഈ കോർ സെക്ടറിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റീൽ ഈസ് എ ക്രിട്ടിക്കൽ മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽസ് ആൻഡ് മെഷീനറി. Electricity is essential for powering factories, homes and businesses. നമുക്കറിയാം സ്റ്റീൽ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലയിലും ഓട്ടോമൊബൈൽസിലും അതുപോലെ മെഷീനറിയിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഫാക്ടറികളിലും വീട്ടിലും ബിസിനസ്സിലും എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. സോ ഇതിന്റെയൊക്കെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓവറോൾ എക്കോണമിക്ക് ഒരു ബൂസ്റ്റപ്പ്, അതായത് ഇത് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമി നന്നായിട്ട് പോവുക എന്നാണ് അതിന്റെ ഒരു വേറൊരു അർത്ഥം എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയലും എക്കണോമിക് പെർഫോമൻസ് ഒക്കെ നല്ല പോസിറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ മീനിങ്. സോ the core sector industries have significant interconnections with other sectors. അപ്പം കൺസ്ട്രക്ഷൻ മേഖലയും പിന്നെ കൂടാതെ ഇപ്പൊ സ്റ്റീൽ കൺസ്ട്രക്ഷൻ മേഖല ഉപയോഗിക്കും, കൂടാതെ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. സോ ദർ ആർ ഇന്റർകണക്ഷൻസ് വിത്ത് അതർ സെക്ടേഴ്സ്. പിന്നെ കൂടാതെ ഈ സെക്ടറും പുറമേ ഉള്ള വേറെ സെക്ടേഴ്സും തമ്മിൽ എന്തുണ്ട്, നമുക്ക് ഒരു അഗ്രികൾച്ചർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ചിലപ്പോൾ പല മെഷീനറീസ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഡ്രിവൺ ആയിരിക്കും. അപ്പൊ അഗ്രികൾച്ചർ ഇതിന് പുറത്തുള്ള മേഖലയായിരിക്കും. പക്ഷെ അഗ്രികൾച്ചറിൽ എന്താണ് വേണ്ടത്, നമ്മുടെ ഈ പറയുന്ന മെഷീനറീസും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അതൊക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി ആവശ്യം വരും. അഗ്രികൾച്ചറിൽ പോലും നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ പല ഇറിഗേഷനും എല്ലാം ആവശ്യം വരുന്നുണ്ട്. സോ ദർ ആർ ഇന്റർകണക്ഷൻ വിത്ത് അതർ സെക്ടേഴ്സ് ടു. ദിസ് ഇന്റർഡിപെൻഡൻസ് ക്രിയേറ്റ്സ് എ മൾട്ടിപ്ലയർ എഫക്റ്റ്. മൾട്ടിപ്ലയർ എഫക്റ്റ് അറിയാം, നമ്മുടെ എക്കോണമിയിലേക്ക് നമ്മൾ ഒരു രൂപ ഇട്ട് കഴിയുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യങ്ങളെയാണ് മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം വേർ ചേഞ്ചസ് ഇൻ കോർ സെക്ടേഴ്സ് ഗ്രോത്ത് ഓർ കൺട്രാക്ഷൻ ഇമ്പാക്ട് ദ എൻറ്റയർ എക്കോണമി. ഇത് ഭാവിയിൽ ഒരു വെർച്വസ് സൈക്കിളിലേക്കൊക്കെ പോകുന്ന കാര്യം. നമുക്ക് വെർച്വസ് സൈക്കിൾ എന്താണെന്നൊക്കെ എക്കോണമിയിൽ നല്ല രീതിക്ക് ഇലക്ട്രിസിറ്റി വരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല വേറൊരു സെക്ടറിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നല്ല ഇലക്ട്രിസിറ്റി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ടാവുക, അത് നമുക്ക് വേണമെങ്കിൽ അഗ്രികൾച്ചറിലേക്ക് ചാനലൈസ് ചെയ്യാം. അവിടെ ഇറിഗേഷൻ നല്ലതായിട്ട് കൊണ്ടുവരാം. ഇറിഗേഷൻ കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാവും, നല്ല രീതിക്ക് പ്രൊഡ്യൂസുകൾ ഉണ്ടാവും. അവിടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാവും. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഫാർമേഴ്സിന്റെ അതുപോലെ ഇൻകം വരും. ഇൻകം വരുമ്പോഴത്തേനും തന്നെ ചെയ്യും, നമ്മുടെ എക്കോണമി GDP എല്ലാം ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്യുമ്പോൾ വീണ്ടും എന്നെ എടുക്കും, നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിലേക്കൊക്കെ തന്നെ തിരിച്ചു വരും. അത് നീഡ്സ് കൂടും, അതനുസരിച്ച് വീണ്ടും ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കൂടും. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കൂടുമ്പോൾ വീണ്ടും അത് അഗ്രികൾച്ചർ പോലുള്ള സെക്ടേഴ്സിലേക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് ഇത് പോകും. ഓക്കെ, core industries are essential for developing a country's infrastructure. Production of steel, cement and electricity is necessary for building roads, bridges and power plants. ഇതിനൊക്കെ എന്താണ്, ഈ സ്റ്റീലും സിമെന്റും ഇലക്ട്രിസിറ്റി എല്ലാം റോഡ് ഉണ്ടാക്കാനും പാലം ഉണ്ടാക്കാനും പവർ പ്ലാന്റിലും എല്ലാം ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, വാട്ട് ഈസ് കോർ സെക്ടർ ഗ്രോത്ത്? കോർ സെക്ടർ ഗ്രോത്ത് refers to the growth rate or the increase in output production from the core industries of an economy over a given period of time, typically measured on an annual or monthly basis. വർഷത്തിലോ വർഷാവസാനമോ അല്ലെങ്കിൽ മാസാവസാനമോ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഗ്രോത്ത് റേറ്റ് എടുക്കുവാണ് ഔട്ട്പുട്ടിൽ. കോർ ഇൻഡസ്ട്രീസ്, ഈ പറഞ്ഞ കോർ ഇൻഡസ്ട്രീസ് എന്നുള്ള ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കോർ സെക്ടർ ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. The core sector growth is calculated by combining the growth rates of these individual industries using their respective weights in the overall index of core industries. അങ്ങനെ ICI എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇതിന്റെ ഇൻഡെക്സ് അങ്ങനെ ഇതിന്റെ വെയിറ്റേജ് അനുസരിച്ച് ഓരോന്നിന്റെ വെയിറ്റേജ് എടുത്തിട്ട് ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് നമ്മൾ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് ഓഫ് 8 core industries എന്താണെന്ന് നോക്കാം. The index of 8 core industries is prepared every month and released by the Office of the Economic Advisor, OEA. അവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഓഫ് 8 core industries എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ എല്ലാ മാസവും പ്രിപ്പയർ ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഈ OEA, ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, DPIIT ആൻഡ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇത്രയും സംവിധാനങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലെ മന്ത്രാലയം ഏതാണ്? മിനിസ്ട്രി ഓഫ്
കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതൊക്കെ പ്രിലിംസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. Okay. The ICI comprises various components that collectively reflect the performance and vitality of India's industrial sector. These components include coal in the production, excluding coking coal ഇതിനകത്ത് വരത്തില്ല. അടുത്തതായിട്ട് electricity generation from thermal, nuclear, hydro sources and imports from Bhutan. ഇതെല്ലാം ഇതിനകത്ത് ഇലക്ട്രിസിറ്റിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യും, ഇലക്ട്രിസിറ്റിയുടെ ഗ്രോത്തിനകത്ത്. പിന്നെ ക്രൂഡ് ഓയിൽ, ടോട്ടൽ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ. പിന്നെ അടുത്തത് സിമെന്റ് പ്രൊഡക്ഷൻ ഇൻ ബോത്ത് ലാർജ് പ്ലാന്റ്സ് ആൻഡ് മിനി പ്ലാന്റ്സ്. രണ്ടിലെയും സിമെന്റ് പ്രൊഡക്ഷൻ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അടുത്തത് നാച്ചുറൽ ഗ്യാസ്, ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ്. പിന്നെ അടുത്തത് സ്റ്റീൽ, പ്രൊഡക്ഷൻ ഓഫ് അലോയ് ആൻഡ് നോൺ അലോയ് സ്റ്റീൽ ഒൺലി. റിഫൈനറി പ്രൊഡക്ട്സ് വരും, ടോട്ടൽ റിഫൈനറി പ്രൊഡക്ഷൻ. ഫെർട്ടിലൈസറിനകത്ത് പ്രൊഡക്ഷൻ ഓഫ് യൂറിയ, അമോണിയം സൾഫേറ്റ്, കാൽഷ്യം അമോണിയം നൈട്രേറ്റ്, കോംപ്ലക്സ് ഗ്രേഡ് ഫെർട്ടിലൈസർ, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് among others. ഇതൊരു ഐഡിയ കിട്ടാനേ ഉള്ളൂ. ഈ 8 സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. പിന്നെ ഇതിന്റെ വെയിറ്റേജ് നമുക്ക് നോക്കാം. വെയിറ്റേജ് ഞാൻ പറയാം. അതിന് പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു ബേസ് ഇയർ എപ്പോഴും ഒരു എന്ത് നമ്മൾ ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബേസ് ഇയർ നമ്മൾ നോക്കും. ഇതിന്റെ നോക്കുവാണെങ്കിൽ ദ ചോയ്സ് ഓഫ് ബേസ് ഇയർ ഓഫ് ICI ഈസ് അക്കോർഡിംഗ് ടു ദ ചോയ്സ് ഓഫ് ബേസ് ഇയർ ഫോർ IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ പറ്റി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. അപ്പൊ ആ IIPയുടെ ബേസ് ഇയറിന്റെ അക്കോർഡൻസിലായിരിക്കും എന്താ നമ്മുടെ ഈ ICIയുടെ ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസിന്റെ ബേസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യും. ബേസ് ഇയർ ഇൻ ദ കറന്റ് സീരീസ് ഓഫ് ICI ഈസ് 2011-12. ഇതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഏത് ബേസ് ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്. ദ ICI ഈസ് വൈഡ്ലി യൂസ്ഡ് ബൈ പോളിസി മേക്കേഴ്സ് including the Ministry of Finance, other ministries and departments, banks, financing infrastructure projects, the Reserve Bank of India and the Railway Board. അപ്പോൾ അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്, ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇത്രയധികം ഗവൺമെന്റ് ഏജൻസീസ് ഇത് യൂസ് ചെയ്യുന്നതാണ്. പല മന്ത്രാലയങ്ങളും പല ഡിപ്പാർട്ട്മെന്റ്സും പിന്നെ RBI പോലുള്ള സ്ഥാപനങ്ങളും എല്ലാം ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ വെയിറ്റേജ്, ഇതാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രിലിംസിലൊക്കെ നമ്മൾ ഇതിന്റെ വെയിറ്റേജ് ഏകദേശം ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ദ കറന്റ് വെയിറ്റേജ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് ഈസ് പെട്രോളിയം റിഫൈനറി ഗ്രേറ്റർ ദാൻ. പെട്രോളിയം ഏകദേശം 28.04% വരുന്നുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കിട്ടിയിരിക്കുന്നത്. ഫെർട്ടിലൈസറിനാണ് ഏറ്റവും കുറവ് വെയിറ്റേജ് കിട്ടിയിരിക്കുന്നത്. 2.63% ആണ് ഫെർട്ടിലൈസറിന്റെ വെയിറ്റേജ്. പെട്രോളിയം ആണ്, നമുക്കറിയാം പെട്രോളിയം ആണ് ഏറ്റവും നമ്മുടെ ഇവിടുത്തെ എക്കോണമിയുടെ ഒരു ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് വരുന്നതാണ്. എന്തിലാണെങ്കിലും പെട്രോളിയത്തിലായിരിക്കും. വണ്ടികളോടാണ് ഒരു കാര്യം നമുക്കിവിടെ നടക്കില്ല. പെട്രോൾ എന്ന് പറയുന്നത് അത്ര ഒരു യൂട്ടിലിറ്റിയാണ്. പെട്രോളിയം റിഫൈനറി പ്രൊഡക്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. ഏറ്റവും കുറവ് ഏതായിരിക്കും? ഫെർട്ടിലൈസറിനായിരിക്കും. 2.63% വെയിറ്റേജ് ആണ് ഫെർട്ടിലൈസർ. നമ്മുടെ പെട്രോളിയം കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഏതായിരിക്കും? വൈദ്യുതി ആയിരിക്കും. പെട്രോളും വൈദ്യുതിയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അത് കഴിയുമ്പോഴാണ് ആര് വരുന്നത്? സ്റ്റീൽ പോലുള്ള ഇൻഡസ്ട്രീസ് വരും. പിന്നെ അത് കഴിയുമ്പോൾ കോള് വരും, ഫോളോഡ് ബൈ ക്രൂഡ് ഓയിൽ വരും, പിന്നെ നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, ഏറ്റവും ലാസ്റ്റ് ഫെർട്ടിലൈസർ. ഈ ഒരു ഓർഡർ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നമുക്ക് പ്രിലിംസിൽ നല്ലതായിരിക്കും. ഓർഡർ ഒക്കെ ചേഞ്ച് ചെയ്യുക, ഇടയ്ക്കൊന്ന് പ്രിലിംസിന്റെ സമയമാകുമ്പോൾ ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഈ ടോപ്പിക്സ് ഒക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞു. ഞാൻ പിന്നെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, കണ്ടന്റിനകത്ത് നമ്മളൊരു ഗാഡ്ഗിൽ റെക്കമെൻഡേഷൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇന്നൊരു ചെറിയ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ആർട്ടിക്കിൾ അങ്ങനത്തെ. ഗാഡ്ഗിൽ റെക്കമെൻഡ്സ് സ്വീപ്പിംഗ് ചേഞ്ചസ് ഇൻ ഡെവലപ്മെന്റ് പോളിസീസ്. അപ്പൊ കുറച്ച് ഗാഡ്ഗിലിന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് ചേഞ്ചസ് ഡെവലപ്മെന്റ് പോളിസീസിൽ കൊണ്ടുവരണമെന്നാണ് ഗാഡ്ഗിൽ അഡ്വക്കേറ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയാ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയാ. അത് ഏതൊക്കെ വഴി കൊണ്ടുവരാന്നാ പറയുന്നത്? ലെറ്റ് കുടുംബശ്രീ കൺട്രോൾ ക്വാറീസ് ആൻഡ് അലൗ ലേബർ കോപ്പറേറ്റീവ്സ് ടു മാനേജ് ടീ പ്ലാന്റേഷൻസ്, സെയ്സ് എക്കോളജിസ്റ്റ്. നമ്മുടെ ഈ ഗാഡ്ഗിൽ, ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ഒരു നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ. ഞാൻ നേരത്തെ ഒരു DNA ഇത് ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു, വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ. ഇതിന്റെ ചെയറിൽ ഇരിക്കുന്ന ആളാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ആളെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഒരു ലെക്ചറിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സെമിനാറിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ യൂസ് ചെയ്യാം. എസ്പെഷ്യലി കുടുംബശ്രീയെ പോലുള്ള ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഈ ക്വാറീസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതൊക്കെ പല
ഇന്ത്യയുടെ പല ഭാഗത്തും ഇത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്, കേസ് സ്റ്റഡി പോലെ. പിന്നെ കൂടാതെ ട്രാൻസ്ഫറിങ് മാനേജ്മെന്റ് ഓഫ് ടീ എസ്റ്റേറ്റ് ടു ലേബർ കോപ്പറേറ്റീവ്, ടീ എസ്റ്റേറ്റുകളെയൊക്കെ അതിന്റെ മാനേജ്മെന്റ് ലേബർ കോപ്പറേറ്റീവ്സിന് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? കുറെ ഇടത്തും പിറ്റിയബിൾ ലീവിംഗ് കണ്ടീഷൻസ്, അതായത് വളരെ മോശം കണ്ടീഷൻസിലാണ് ലേബറേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇതിന് പാരലായിട്ട്, ഇതിന് ബദലായിട്ട് നമുക്കൊരു സംവിധാനം കൊണ്ടുവരാം. ഇതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റെപ്ലിക്കേറ്റിംഗ് ദ സക്സസ്ഫുൾ അമൂൽ ഡയറി കോപ്പറേറ്റീവ് മോഡൽ ടു റോപ്പ് ഇൻ വെൽ ഓർഗനൈസ്ഡ് ലേബർ കോപ്പറേറ്റീവ്സ് ടു മാനേജ് സച്ച് എക്സ്റ്റേറ്റ്. അമൂലിനെ കുറിച്ച് നമുക്കറിയാം, ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് ആനന്ദിൽ നിന്ന് കിട്ടുന്നത്. ഗുജറാത്തിലെ ആനന്ദിലെ അമൂൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവിന്റെ ഒരു കേസ് സ്റ്റഡിയാണ് അമൂൽ എന്ന് പറയുന്നത്. അതേ ഒരു ആസ്പെക്ട് ഇവിടുത്തെ ടീ പ്ലാന്റേഷൻസിലെ ലേബറേഴ്സിന് നമുക്ക് ഇവിടെ ഒരു കോപ്പറേറ്റീവ് മോഡലിൽ ആ ഒരു ശൃംഖല നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് മാധവ് ഗാഡ്ഗിലിന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. പിന്നെ കൂടാതെ റീപ്ലേസിംഗ് എക്സ്പ്ലോയിറ്റേറ്റീവ് ലക്ഷറി റിസോർട്സ് വിത്ത് സസ്റ്റൈനബിൾ ഹോം സ്റ്റേ ടൂറിസം. ഇതിന് ഇദ്ദേഹം ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഹി റെഫേർഡ് ടു എ ഹോം സ്റ്റേ റൺ ബൈ എ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇൻ ഗോവ. ഗോവയില് ഒത്തിരി റിസോർട്ടുള്ള സ്ഥലമാണ് ഗോവ എന്നൊക്കെ നമുക്കറിയാം. അവിടെ ഒരു ഹോം സ്റ്റേ റൺ ചെയ്യുന്ന ആരാണ്? ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഇങ്ങനെയുള്ളവർ വരെയാണെങ്കിൽ, ഇങ്ങനെയുള്ളവരെ ഈ മേഖലകളിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് ആ ഒരു നമുക്ക് എക്സ്പ്ലോയിറ്റേറ്റീവ് ലക്ഷറി റിസോർട്സ് എന്നുള്ള ഒരു ഇതിന് ബദലായിട്ട് സസ്റ്റൈനബിൾ ഹോം സ്റ്റേ ടൂറിസം ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിരുന്നു, 85% റോക്ക് ക്വാറീസും ഇല്ലീഗലാണ് കേരളത്തിൽ എന്നാണ് പറയുന്നത്. കേരളത്തിലുള്ള 85% പാറമടകളും ഇല്ലീഗൽ ആണെന്നാണ് മാധവ് ഗാഡ്ഗിലിന്റെ ഒരു ഫൈൻഡിംഗ് പറയുന്നത്. സൈറ്റിംഗ് ദ ഡിസാസ്ട്രസ് ഇമ്പാക്ട് ഓഫ് ക്വാറിംഗ് ഇൻ ചെമ്പൻമുടി ദാറ്റ് ടേൺഡ് എ പെർഡന്റ് വില്ലേജ് ഇൻ പത്തനംതിട്ട ഇൻടു എ ഡസ്റ്റ് ബൗൾ സം ഇയേഴ്സ് എഗോ. ഇതൊരു കേസ് സ്റ്റഡി പോലെ പറയുകയാണ്. ചെമ്പൻമുടി എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ഒരു ഗ്രാമപ്രദേശം, ഒരു വില്ലേജ് ആയിരുന്നു. അത് ഇപ്പൊ ഒരു പൊടിപടലം പിടിച്ച ഒരു ഡസ്റ്റ് ബൗൾ പോലെ ആയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു കേസ് സ്റ്റഡി ആയിട്ടൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ ഇവിടെ ഒരു ജോൺ മത്തായി, സീനിയർ സയന്റിസ്റ്റ്, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, ഹു ലെഡ് എ കമ്മിറ്റി ടാസ്ക് വിത്ത് അക്സസിംഗ് ദ സേഫ്റ്റി ഓഫ് ദ ലാൻഡ് സ്ലൈഡ് ഹിറ്റ് ഏരിയാസ്. അപ്പൊ ഇദ്ദേഹം ജോൺ മത്തായി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഇദ്ദേഹം സീനിയർ സയന്റിസ്റ്റ് ആണ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ. ഇദ്ദേഹത്തിനെയാണ് ഇദ്ദേഹം ഒരു കമ്മിറ്റി ലീഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയുള്ള അക്സസിംഗ് ദ സേഫ്റ്റി ഓഫ് ദ ലാൻഡ് സ്ലൈഡ് ഹിറ്റ് ഏരിയാസ് ഇൻ വയനാട്, പ്രപ്പോസ്ഡ് ഡിമാർക്കേറ്റിംഗ് സേഫ് ആൻഡ് അൺസേഫ് ഏരിയാസ് ഇൻ കലാമിറ്റി പ്രോൺ റീജിയൻസ്. ഇത് GS3 ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കലാമിറ്റി പ്രോൺ ഏരിയസിൽ തന്നെ നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റും സേഫ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അൺസേഫ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹി കോൾഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് സയന്റിസ്റ്റ് പാനൽസ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. ജില്ലാ തലത്തിൽ സയന്റിസ്റ്റിന്റെ പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? സൈറ്റ് ഇൻസ്പെക്ഷൻ പോലുള്ള കാര്യങ്ങൾ അണ്ടർടേക്ക് ചെയ്യാനും ഇൻ ദ ഏരിയാസ് ഐഡന്റിഫൈഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. അപ്പം ഓരോ ജില്ലയിലും ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ മോണിറ്റർ ചെയ്യാനും സൈറ്റ് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി ജില്ലാ തലത്തിൽ സയന്റിസ്റ്റിന്റെ പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ഇദ്ദേഹം കോൾഡ് ഫോർ ഷീറ്റ്. ഓക്കെ, ഇനി ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ. ഇന്ന് UCCയെ പറ്റിയുള്ള ഒരു ചെറിയൊരു നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമാണ്. UCCയെ പറ്റി ഒരു ചെറിയൊരു ആർട്ടിക്കിൾ നമ്മുടെ പത്രത്തിൽ കാണാനുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിലിംസ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തേക്കുന്നത്. വിച്ച് ഓഫ് ദ ആർട്ടിക്കിൾ ഡെൽറ്റ് വിത്ത് UCC അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രിലിംസിൽ ചോദിക്കാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് നമ്മൾ കാണുന്നത്? റൈറ്റ് ടു ലൈഫ്, അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ ഡെൽറ്റ് വിത്ത് യൂണിഫോം സിവിൽ കോഡ്. ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 46, ABCD ഇതിൽ ഏതാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്ത മെയിൻസ് ക്വസ്റ്റിനും എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ്. ഇന്നത്തെ DNA അവസാനിച്ചു. താങ്ക് യു.